കെ.എസ്.യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കയ്യാമം വെച്ച് കോടതിയിലും പിന്നീട് ജയിലിലും എത്തിച്ച സംഭവം പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. മുള്ളൂർക്കരയിലെ കെ.എസ്.യു എസ്.എഫ്.ഐ സംഘർഷത്തിൽ പ്രതിയേർക്കപ്പെട്ട കെ.എസ്.യു നേതാക്കളെ വിയ്യൂർ ജയിലിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ.പി.സി.സി പ്രസിഡന്റ്. കേരളത്തിലെ പോലീസിന്റെ നിയമലംഘനങ്ങളുടെയും അതിക്രമങ്ങളുടെയും ആവർത്തിച്ചുള്ള അനുഭവങ്ങളാണ് തൃശൂർ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടികളെ കയ്യാമം വെച്ചും മുഖം മറച്ചും കൊണ്ടുവന്നത് തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയല്ല, മറിച്ച് CPMന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ആഭ്യന്തര വകുപ്പ് ഇതേക്കുറിച്ച് വിശദീകരിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. കെ.എസ്.യുവിന്റെ 3 നേതാക്കന്മാർ ഇവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തല മൂടിക്കെട്ടി പോലീസ് സ്റ്റേഷൻ മുതൽ കോടതിയും പിന്നീട് ജയിലിലേക്കും കൊണ്ടുവന്നത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല. ഈ കയ്യാമം വെച്ചതും അതുപോലെ തന്നെ മുഖംമൂടി വെച്ചതുമെല്ലാം ചട്ടങ്ങളുടെ ലംഘനമാണ്, നഗ്നമായിട്ടുള്ള ലംഘനമാണ്. കോടതി തന്നെ സുവമോട്ടോ ആ കാര്യത്തിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഇതിന് വിശദീകരിക്കണം. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, പോലീസിൻ്റെ ഭാഗത്തുള്ള അന്യായങ്ങളും അനീതികളും വളരെയേറെ പ്രതിഷേധാർഹമാണ്. അത് ഈ സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഫലമായിട്ടാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്ന പിണറായി സർക്കാരിൻ്റെ തെറ്റായ പോലീസ് നയത്തിൻ്റെ തുടർച്ചയാണിത്. ഇന്ന് ഞങ്ങൾ നിയമസഭ സമ്മേളിക്കുകയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളിത് ചോദ്യം ചെയ്യും. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്ന പിണറായി സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ തുടർച്ചയാണിത്. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ നടപടി ചോദ്യം ചെയ്യുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരും KPCC പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ.